എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം രോഹിത്തും കൃഷ്ണയും ബബിതയും കൂടി സംസാരിക്കുവാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലല്ലോ, അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക. അതെന്തിനെ പറ്റിയാണ് എന്നറിയില്ല. അത് കേൾക്കുന്ന ബബിത അച്ഛൻ്റെ മകളല്ലേ, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അന്നേരം അലീന പറഞ്ഞ കാര്യങ്ങൾ രോഹിത്ത് ബബിതയോട് പറയുന്നുണ്ട് കേട്ടോ. പള്ളിയിൽ അച്ഛനോട് പറഞ്ഞതും അതുപോലെ ഇവിടെ വന്ന് ചോദിച്ചപ്പം എൻ്റെ അച്ഛനല്ല ബാലേന്ദ്രൻ എന്ന് തുറന്നു പറഞ്ഞല്ലോ അലീന. ആ കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ അങ്ങ് ദേഷ്യം വരുവാണ് ബബിതയ്ക്ക്. ഇത്രയും നാളും അവരെല്ലാവരും കള്ളത്തരം പറഞ്ഞ് പറ്റിച്ചു എന്നൊരു രീതി. ആകെ ദേഷ്യത്തോടെയാണ് റൂമിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് അലീന ബബിതയെ കാണാൻ ചെല്ലുമ്പം ബബിത ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലവും പച്ചക്കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പം ബബിത അമ്മ ചിന്തിച്ച രീതിയിൽ ചിന്തിക്കും. ബാലേന്ദ്രനും അലീനയും തമ്മിൽ അവിഹിതം എന്നാണല്ലോ ആദ്യം വൈജ പറഞ്ഞു തുടങ്ങിയത്. ആ രീതിയിലൊക്കെ അവരുടെ മനസ്സ് പോയാലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഏതായാലും ബബിത ആകെ കട്ടക്കലിപ്പിലാകുന്നു. പിന്നീട് ബാലേന്ദ്രനെ പോയി കാണുന്ന അലീന ബാലേന്ദ്രനോട് പറയുവാണ്, ഇത്രയും കാലം ബാലേന്ദ്രൻ്റെ മകളാണ് എന്നാണല്ലോ എല്ലാവരോടും പറഞ്ഞിരുന്നത്, ആ രഹസ്യം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നു. അത് കേൾക്കുന്ന ബാലേന്ദ്രന് ദേഷ്യം വരുന്നു. സംഭവങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ കരുതിയല്ലേ സ്നേഹിച്ചത്, എൻ്റെ മകളായി നിന്നെ ഞാൻ ഏറ്റെടുത്തതല്ലേ, എന്നിട്ട് നീ എൻ്റെ ആ സ്ഥാനം വേണ്ടെന്ന് വെച്ചു, ഇങ്ങനൊരു അച്ഛൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് നീ തുറന്നു പറഞ്ഞു, അതല്ലേ സംഭവിച്ചത്, എൻ്റെ സ്നേഹം വേണ്ടാത്തതുകൊണ്ടല്ലേ, ഇനിയിപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നൊക്കെയാണ് ബാലേന്ദ്രൻ പറയുന്നത്. അന്നേരം ആകെ സങ്കടപ്പെട്ട് അലീന കരയുന്നൊക്കെയുണ്ട്. എന്നിട്ട് ഇത്രയും കാലവും ഞാൻ ഇവിടെ നിന്നില്ല, ഇനി ഞാൻ പൊയ്ക്കോട്ടെ അച്ഛ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പം പൊയ്ക്കോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ സംസാരിക്കുന്നു. ബാലേന്ദ്രൻ ആ രഹസ്യം പുറത്തേക്ക് പോയത് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട്. നെഞ്ച് ഇങ്ങനെ ഉരുകി വഴക്ക് പറയില്ലേ, അതുപോലെയാണ് ബാലേന്ദ്രൻ അലീനയെ വഴക്ക് പറയുന്നത്. ഏതായാലും ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം റൂമിൽ വന്ന് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബാലേന്ദ്രൻ്റെ കൈ പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട് അലീന. അവിടുന്ന് പോകാൻ അനുവദിക്കണം എന്നും പറയുന്നു. ഇവിടെ വെച്ചാണ് ബാലേന്ദ്രൻ തീരുമാനിക്കുന്നത് അലീനയ്ക്ക് അലീനയുടെ അച്ഛനെ വീണ്ടെടുത്ത് കൊടുക്കണമെന്ന്. പിന്നെ ഇനി അലീനയ്ക്ക് പോയേ പറ്റുള്ളൂ എന്ന് അലീന പറയുമ്പം ഒരു സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിക്കാൻ ബാലേന്ദ്രൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സ്റ്റാൻലിയെ അന്വേഷിച്ചിറക്കുന്നതും സ്റ്റാൻലിയെ കണ്ടെത്തുന്നതും. ഏതായാലും ഇവിടെ വരെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്.